നമ്മളെല്ലാവരുടെയും ഫോണിലേക്ക് ആ എമർജൻസി സൈറൺ മെസ്സേജ് വന്നു. ഒരു മിസൈൽ അറ്റാക്കിന് സാധ്യതയുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഷെൽട്ടറിലേക്ക് മാറുക, വാതിലിൻ്റെയോ ജനലിൻ്റെയോ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത് എന്നുള്ള മെസ്സേജ് എല്ലാം വന്നു. ഇന്നത്തെ ഡേറ്റ് 2026 മാർച്ച് 7 രാവിലെ 9:59 ആ മെസ്സേജ് വന്നതിൽ. തൊട്ട് പിന്നാലെ ദുബായ് എയർപോർട്ടിൽ നിന്ന് ആ അറിയിപ്പ് വരികയാണ്, ദുബായ് എയർപോർട്ടിൻ്റെ പ്രവർത്തനം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണെന്നുള്ളത്. അതിന് പിന്നാലെ ദുബായ് എയർപോർട്ടിലേക്ക് വരുന്ന പല വിമാനങ്ങളും മിഡ് എയർ തന്നെ തിരിച്ചു പോകുന്നൊരു സാഹചര്യം. അധികം വൈകാതെ ഒരു 11:30 കൂടിയിട്ട് എമിറേറ്റ്സും പറഞ്ഞു ഇന്നത്തെ വിമാന സർവീസുകളെല്ലാം നിർത്തുകയാണ് എന്നുള്ളത്. വിമാന സർവീസുകളൊക്കെ പാർഷ്യലായിട്ടെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ ഒരു വാർത്തകളെല്ലാം ഒന്നിനൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു 12 മണിയാകുമ്പോഴേക്ക് ആശ്വാസത്തിൻ്റെ വാർത്തകൾ വീണ്ടും എത്തിത്തുടങ്ങി. സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ എല്ലാം പൂർത്തിയാക്കി ദുബായ് എയർപോർട്ടിൻ്റെ പ്രവർത്തനം പാർഷ്യലായിട്ട് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. എമിറേറ്റ്സും പറഞ്ഞു ഇന്ന് ഉച്ച കഴിഞ്ഞ് യാത്ര ചെയ്യാൻ കൺഫേംഡ് ടിക്കറ്റ് ഉള്ളവർക്ക് എയർപോർട്ടിലേക്ക് വരാം, യാത്ര തുടരാമെന്ന്. ഇത് ഇന്നിപ്പോൾ പറയാനുള്ള കാരണം ഇനി അങ്ങോട്ട് ഈ യുദ്ധ കാർമേഘങ്ങൾ തീരുന്നത് വരെ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും നമ്മളുടെ വിമാന യാത്രകളുടെ രീതി. അത്യാവശ്യമാണെങ്കിൽ മാത്രം വിമാനയാത്ര ചെയ്തോളൂ, മാറ്റി വെക്കേണ്ടതില്ല. പക്ഷേ അപ്പോഴും എയർപോർട്ടിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മളുടെ മനസ്സിലൊരു പ്ലാൻ ബി കാണണം. ഒരുപക്ഷെ യാത്ര പുറപ്പെട്ട് പകുതിയാകുന്ന സമയത്തായിരിക്കും വിമാനം യൂട്ടേൺ അടിച്ച് അവിടേക്ക് തന്നെ തിരികെ പോകുന്നുണ്ടാവുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ താരതമ്യേന സ്റ്റേബിൾ ആയിട്ടുള്ളതും കൺഫ്യൂഷൻ കുറഞ്ഞതായിട്ടുള്ളൊരു റൂട്ട് യു എയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് ഒമാൻ മസ്കറ്റ് വഴി വരുന്നതാണ്. കാരണം ഒമാൻ്റെ എയർ സ്പേസിലാണ് ഇപ്പോൾ അല്പമെങ്കിലും ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് കുറവുള്ളത്. കാര്യങ്ങൾ 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും പരിഹാരത്തിനുള്ള മാർഗങ്ങളൊന്നും എവിടെയും കാണുന്നില്ല. എങ്കിലും ഒരല്പം ആശ്വസിക്കാവുന്ന ഒരു കാര്യം നമ്മൾക്ക് മുന്നിലേക്ക് ഇന്ന് വന്നിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഇതുവരെ ആക്രമിച്ചതിനെല്ലാം സോറി പറഞ്ഞിട്ടുള്ളത് ഇറാൻ്റെ പ്രസിഡന്റ് പെസഷ്കിയാനാണ്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു, ഇനി നിങ്ങളുടെ മണ്ണിൽ നിന്ന് ഇറാനെതിരെ വലിയ ആക്രമണങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ തുടർന്ന് അങ്ങോട്ട് ഞങ്ങൾ ആക്രമണങ്ങളൊന്നും നടത്തില്ല എന്നുകൂടി ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ആശ്വസിക്കാനായിട്ടില്ല. കാരണം ഇറാൻ പ്രസിഡന്റിൻ്റെ ആ പ്രസ്താവന വന്ന് തൊട്ട് പിന്നാലെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എയർപോർട്ട് അടയ്ക്കുന്നതും എമിറേറ്റ്സ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ ഫോണിലേക്ക് മെസ്സേജ് വരികയൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും അദ്ദേഹം സോറി പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ എവിടേക്കോ ചില സമാധാന ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടാകില്ലേ എന്നുള്ളതാണ് മനസ്സ് ആശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങളെല്ലാം മാറട്ടെ, എല്ലാം നല്ലതിനാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം.